அதிசயங்கள் செய்கிறவர் நம் அருகில் இருக்கிறார். அற்புதங்கள் செய்கிறவர் என்றும் நமக்குள் வசிக்கிறார். அதிசயங்கள் செய்கிறவர் நம் அருகில் இருக்கிறார். അത്ഭുതങ്ങൾ. പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. മനുഷ്യ ജീവിതത്തിൽ ഒരു നല്ല ഹൃദയം സൂക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു നല്ല വാക്ക് പറയാൻ സാധിക്കുക, ഒരു നല്ല സാന്നിധ്യമായി മാറുക, ഒരു പുഞ്ചിരി നൽകാൻ കഴിയുക, വേദനപ്പെടുന്നവരോട് ഒരു ആശ്വാസവാക്ക് പറയാൻ കഴിയുക, ഇതെല്ലാം ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവിതത്തിന്റെ മുഴുവൻ സമയവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് ആരോരുമില്ലാതെ ആരോരുമല്ലാതെ അതിദാരുണമായി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന അനേകം പേരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ ദൂരെയെങ്ങുമല്ല. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ രക്തബന്ധങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ അവരുണ്ടായിരുന്നു. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് ത്യാഗമനസ്സോടുകൂടി നിലനിന്നിട്ട് ത്യാഗപൂർണമായ ജീവിതം നയിച്ചിട്ട് അതിവേദനയോടെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ടി വരിക വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഒരു വലിയ യുദ്ധക്കെടുതിയേക്കാൾ വലുതാണ് മനുഷ്യ ജീവിതത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അതിദാരുണമായി മാറ്റപ്പെടുക എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു ആതുരാലയത്തിൽ ശുശ്രൂഷിക്കുന്ന ഒരു നേഴ്സ് ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ പലരും അത് വായിച്ചതും ഗ്രഹിച്ചതും മനസ്സിലാക്കിയതുമാണ്. അവൾ കണ്ടെത്തിയത് മനുഷ്യനേക്കാൾ നല്ല ഹൃദയം പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഉണ്ടെന്നാണ്. അതിശയോക്തിയോ അത്ഭുതമോ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ തികഞ്ഞ ഒരു യാഥാർത്ഥ്യവും സത്യവുമാണെന്ന് അവൾ സമർത്ഥിക്കാൻ അവളുടെ കൺമുന്നിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു രോഗി അർത്ഥപ്രാണനായി ആശുപത്രിയിൽ ചെലവഴിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മാസത്തോളമായി. ആ നേഴ്സ് അവരുടെ ഡയറിയിൽ എഴുതി വെച്ചത്, ഈ രോഗി ഈ ആശുപത്രിയിൽ ചികിത്സിക്കാൻ വന്നിട്ട് ഇന്ന് 23 ദിനങ്ങൾ പൂർണ്ണമായി. ഇന്നുവരെയും ഈ രോഗിയുടെ കുടുംബത്തിൽ നിന്നോ ബന്ധങ്ങളിൽ നിന്നോ സൗഹൃദങ്ങളിൽ നിന്നോ ആരും ഈ ആശുപത്രിയിൽ കടന്നു വന്നിട്ടില്ല. ഈ മനുഷ്യനെ പ്രതി ഒരു ഫോൺ കോൾ പോലും ഉണ്ടായിട്ടില്ല. ഇദ്ദേഹത്തിന്റെ രോഗവിവരങ്ങൾ അറിയാൻ ഒരാളും ഒരിക്കൽ പോലും ഈ ആശുപത്രിയെ സമീപിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം പതിവായി ഈ ആശുപത്രിയോട് ചേർന്നുള്ള പാർക്കിൽ നിന്ന് ഒരു പ്രാവ് പറന്നു വന്ന് ഈ രോഗി കിടക്കുന്ന മുറിയുടെ ജനൽ വഴി അകത്ത് കടന്നു വന്ന് ഈ അർത്ഥപ്രാണനായി അബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗിയുടെ കിടക്കയിൽ വന്നിരിക്കും. ഏതാനും മിനിറ്റുകൾ ശാന്തമായി ഈ മനുഷ്യന്റെ കിടക്കയിൽ വന്നിരുന്നിട്ട് ഈ പ്രാവ് സാവകാശം പറന്ന് പുറത്തേക്ക് പോകും. ഇത് പല ദിവസങ്ങളിലും ഈ നേഴ്സ് ശ്രദ്ധിക്കാനിടയായി. ഒരു വട്ടം പോലും ആ പ്രാവിനെ ശല്യപ്പെടുത്താൻ, ഓടിച്ചു കളയാൻ ഈ നേഴ്സിന് കഴിഞ്ഞില്ല. കാരണം ഈ ആശുപത്രിയിൽ ഈ രോഗിയെ ചികിത്സിക്കുന്ന നേഴ്സുമാരും ഡോക്ടർമാരും അല്ലാതെ
മറ്റാരും അദ്ദേഹത്തെ കാണാൻ വരാതിരിക്കുന്ന അതിദുഃഖകരമായ സാഹചര്യത്തിലാണ് ഈ പ്രാവ് ഇവിടെ കടന്നു വന്ന് ഈ മനുഷ്യന്റെ കിടക്കയിൽ ഇരുന്ന് സാന്നിധ്യം കൊണ്ട് ആശ്വാസം നൽകി തിരികെ പോകുന്നത്. ഒരു പക്ഷെ ആ രോഗി അറിയുന്ന പോലും ഉണ്ടാവില്ല ഈ പ്രാവിന്റെ സാന്നിധ്യം. ആർക്കും അത്രമാത്രം ഗൗരവമായി കാണേണ്ട യാതൊന്നും ഈ പ്രാവിന്റെ സന്ദർശനത്തിൽ ഇല്ലായിരിക്കാം. എന്നാൽ എന്തുകൊണ്ടാണ് ഈ പ്രാവ് ഇങ്ങനെ പതിവായി ഈ ആശുപത്രിയിൽ വരുന്നതെന്ന് ഈ നേഴ്സ് അന്വേഷിച്ചപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായി. ഈ അർത്ഥപ്രാണനായി അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന ഈ മനുഷ്യൻ പതിവായി ഈ ആശുപത്രിക്ക് അടുത്തുള്ള പാർക്കിൽ വരാറുണ്ടായിരുന്നു. അദ്ദേഹം സമ്പന്നനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് പണമുണ്ട്, സമ്പത്തുണ്ട്, മറ്റെല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം ജീവിതത്തിൽ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. പതിവായി പാർക്കിൽ സായാഹ്നങ്ങളിൽ വന്നിരിക്കുന്ന ഈ മനുഷ്യൻ കപ്പലണ്ടി വാങ്ങി അതിൽ നിന്ന് കുറെ ഈ പ്രാക്കൾക്കും പക്ഷികൾക്കും വിതറിയിട്ട് കൊടുക്കും. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ പക്ഷിക്കൂട്ടങ്ങൾ പറന്നു വരും, പ്രാവുകൾ പതിവായി അടുത്തു വരും. അദ്ദേഹവുമായി ഒരു വലിയ ആത്മബന്ധം ഈ പക്ഷികൾക്കുണ്ടായിരുന്നു. അദ്ദേഹം കൊണ്ടുവരുന്ന ധാന്യമണികളും മറ്റു വസ്തുക്കളും വയറ് നിറയെ ഭക്ഷിച്ച് മടങ്ങിപ്പോകുന്ന പക്ഷിക്കൂട്ടങ്ങൾ ആ പാർക്കിലെ ഒരു പതിവ് കാഴ്ചയായിരുന്നു. എന്നാൽ ദിവസങ്ങളായി ഈ മനുഷ്യനെ കാണാതെ വന്നപ്പോൾ ആ പക്ഷികൾ അന്വേഷിക്കാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ നിന്നാണ് ഒരു പ്രാവ് അദ്ദേഹം കിടക്കുന്ന മുറി കണ്ടുപിടിച്ച് പതിവായി ആ മുറിയിലേക്ക് സന്ദർശകനായി കടന്നു വന്നത്. സ്നേഹമുള്ളവരെ, അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന ആ നേഴ്സ് ഇങ്ങനെ എഴുതി വെച്ചു: ജീവിതത്തിൽ സമ്പത്തോ സുഖസൗകര്യങ്ങളോ അല്ല, പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിൽ, വേദനയുടെ സന്ദർഭങ്ങളിൽ ഒരു സാന്നിധ്യം, ഒരു സാമീപ്യം, അതാണ് മനുഷ്യ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നത്. സമാനമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ സ്നേഹത്തിന്റെ നല്ല വക്താക്കളായിരിക്കാൻ, അനുകമ്പയുടെയും ആശ്വാസത്തിന്റെയും നല്ല മാതൃകളായിരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായിട്ട് തീരുക. പതിവായി രോഗക്കിടക്കയിൽ കടന്നു വന്ന് ആ മനുഷ്യന് ഒരാശ്വാസം അദ്ദേഹം അറിയാതെ പോലും സാന്നിധ്യം കൊണ്ട് നൽകിയ പ്രാവിനെ പോലെ മുറിവേറ്റ ചുറ്റുപാടുകളിൽ സാന്ത്വനത്തിന്റെ, സ്നേഹത്തിന്റെ, ആത്മാർത്ഥതയുടെ, സാഹോദര്യത്തിന്റെ, നല്ല രക്തബന്ധത്തിന്റെ അനുഗ്രഹീത സന്ദേശവാഹകരാകാൻ എനിക്ക് നിങ്ങൾക്കും സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.